ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പം അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 8 ദിവസത്തിനുള്ളിൽ പുതിയൊരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ പ്രണയബന്ധത്തിനെയും സ്നേഹിക്കുന്ന വ്യക്തിയെയും കുറിച്ച് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. ആ പുതിയ വ്യക്തി ആരാണ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ തുറക്കപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ 8 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 നിങ്ങളുടെ വ്യക്തിയുടെ ലവ് മെസ്സേജസ് ആണ്. അവസാനം കുറച്ചും കൂടി ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, തൊണ്ടയ്ക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് പേരുടെ സജഷൻസ് എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ കിട്ടി. നമ്മുടെ കയ്യിൽ നിന്ന് റീഡിങ് എടുത്തിട്ടുള്ളവരും പിന്നെ റെഗുലർ വ്യൂവേഴ്സ്, ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്തിട്ടില്ലെങ്കിലും യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന 555 ഏഞ്ചലിൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പ്രേക്ഷകർ, അപ്പം ഓഡിയൻസ്, അപ്പോൾ അതിൽ പലവരും മെസ്സേജ് അയച്ച് ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് തൊണ്ടടപ്പ് വന്നതിന് എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓക്കെ, പ്രേക്ഷകർക്ക് അത്രയും നമ്മൾ പ്രിയപ്പെട്ടതായതുകൊണ്ടും നമ്മളുടെ റീഡിംഗ് ഒക്കെ ഇഷ്ടം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ സജഷൻസ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ കരുതുന്നതിനും ഈ പ്രേക്ഷകരുടെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതിനും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സജഷൻസ് എനിക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 1-2 ദിവസം ഇത് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം ഒരാൾ വന്നു, 2 ആൾ വന്നു, പിന്നെ ഞാനത് അങ്ങനെ ഓക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നായിരുന്നു സജഷൻസ് ആയിട്ട്. അത് ഹോമിയോ, ആയുർവേദം, ചിലവർ ഡോക്ടേഴ്സാണ്, ചിലവർ ആയുർവേദ ഡോക്ടർ, അതുപോലെ ഹോമിയോപ്പതിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ പല സജഷൻസും നമുക്ക് വന്നായിരുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. ഓക്കെ, നമ്മളെ കരുതുന്നതിനും നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്, നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെടുന്നതിനും ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടണ്ട, നമുക്കപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ വ്യക്തിയിൽ അങ്ങനെ ഒരു പുതിയ എനർജി ഉണ്ടോ? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ച്വലി പുതിയൊരു വ്യക്തി വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയിലേക്ക് അങ്ങനെ ഒരു പുതിയ എനർജി ഉണ്ടാവുമോ? ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് എനർജിയിൽ തന്നെ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം. ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ദ ഇൻറ്റൻഷൻ ഈസ് ഹിഡൻ മോട്ടിവേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൻ്റെ ഒരു ഹിഡൻ തോട്ട്സ് ആൻഡ് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ. അതായത് നിങ്ങളായിട്ട് ഈ ഒരു സെപ്പറേഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചില കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളായിട്ട് മര്യാദക്ക് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന സമയത്തും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഈ പേഴ്സണ് അനാവശ്യമായിട്ടുള്ള ചില പിടിവാശികൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അത് തീർത്തും ചില കാര്യങ്ങളിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സന്റെ മനസ്സിൽ തന്നെ ഒരുപാട് ചിന്തകളും ഒരുപാട് ഉൾപ്പോരെന്ന് പറയില്ലേ, മനസ്സിൽ വെച്ചിട്ട് പോര് കാണിക്കുക, മനസ്സിൽ വെച്ചിട്ട് ഒരു യുദ്ധം കാണിക്കുന്ന പോലെ, അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ പേഴ്സൺ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം, വിജയിക്കണം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിലും ചിന്തകളിലൊക്കെ അനാവശ്യമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ചിന്തകളും തീരുമാനങ്ങളും
അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. തെറ്റിദ്ധാരണകളും നല്ല രീതിയിലുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പല എക്സ്പ്ലനേഷൻസും ഈ വ്യക്തി സത്യമാക്കി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഈ പേഴ്സൺ കേൾക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കി ചിന്തിച്ച് അത് വഷളാക്കി നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് ഈ വ്യക്തിക്കുള്ളത്. ഓക്കെ, അത് മേ ബി കുഞ്ഞുനാൾ മുതൽ തൊട്ട് അങ്ങനെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അധികം കൂട്ടുകാരില്ലായിരിക്കാം, അധികം വേറെ ആൾക്കാരായിട്ട് അടുപ്പമില്ലായിരിക്കാം, റിലേറ്റീവ്സ് ഇല്ലായിരിക്കാം. കാരണം ഇത്തരം ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലാണെങ്കിലും ഈ പേഴ്സന്റെ മനസ്സിനോട് തന്നെ ഈ പേഴ്സൺ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സന്റെ എനർജിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു പുതിയ എനർജിയെ എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് എന്തിനാണ് അങ്ങനെ ഒരു പുതിയ എനർജി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പേഴ്സന്റെ നിലവിലുള്ള മോശപ്പെട്ട ചിന്താഗതികളും വിശ്വാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സന്റെ എനർജിയിലേക്ക് അങ്ങനെ പുതിയ ഒരു വ്യക്തി വരുന്നത്. ഓക്കെ, അത് ആക്ച്വലി യൂണിവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുതിയ എനർജിയും കൂടിയാണ്. അത് തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഹെൽപ്ഫുൾ ആണ്, അതായത് വളരെയധികം സഹായകരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സ് വളരെ നെഗറ്റീവാണ്. ഹിഡൻ കോൺഫ്ലിക്റ്റിംഗ് ഇന്റൻഷൻസ് ആണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതായത് മനസ്സിലിട്ടുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. ഓക്കെ, ഇപ്പോൾ നിസ്സാരമായ കാര്യമായിരിക്കും. ചിലപ്പോൾ ഈ പേഴ്സൺ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എടുത്തില്ലായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം മതി ഈ പേഴ്സൺ അത് കാര്യമാക്കി എടുത്ത് നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഉൾപ്പോര് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അതത്ര നല്ലതല്ല എന്നും ഈ പേഴ്സന്റെ മനസ്സിൽ മനോഹരമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷേ ഈ പേഴ്സന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിന്റെ ഒരു പവിത്രതയുണ്ട് അല്ലേ? ഈ ഭൂമിയിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു പവിത്രതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ ഒരുപാട് ദേഷ്യവും വിഷമവും വാശിയും തോന്നുമ്പോൾ ഒരുപാട് ആൽക്കഹോളിക്, ചിലപ്പോൾ മദ്യപിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ശബ്ദമുയർത്തി സംസാരിച്ച് മറ്റുള്ളവരായിട്ട് തല്ലുപിടിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർത്തും ഈ വ്യക്തിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു പവിത്രതയുണ്ട്. ആ പവിത്രത ഈ പേഴ്സൺ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ അത് മേ ബി ഒരു കൊളീഗ് ആയിരിക്കാം, ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വളരെയധികം സ്പിരിച്വൽ പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അത് മേ ബി ഒരു ജ്യോത്സ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്, ഒരു പള്ളിയിലച്ഛനോ, അല്ലെങ്കിൽ അമ്പലത്തിലെ തിരുമേനിയോ, അല്ലെങ്കിൽ സംതിങ് സ്പിരിച്വൽ. ഇപ്പൊ റേക്കി ഹീലിംഗ് അങ്ങനത്തെ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, സ്പിരിച്വൽ ഗുരുക്കൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മോട്ടിവേഷൻസ് കൗൺസിലിംഗ് കൊടുക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. അത്രയും ഒരു അറിവുള്ള ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മീയപരമായിട്ട് പക്ക അറിവുള്ള ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. അത്തരം ഒരു വ്യക്തിയുടെ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു എനർജി അല്ലെങ്കിൽ ആ വ്യക്തിയാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരുന്നതും ഈ പേഴ്സണിൽ അതിലൂടെ പല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്
ശ്രമിക്കുന്നതും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എവിടേക്കോ ഈ പേഴ്സന്റെ പവിത്രത ഈ വ്യക്തി സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പുതിയൊരു വ്യക്തിയെ യൂണിവേഴ്സ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അതായത് വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമായാനെ എന്ന് നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ വ്യക്തി വരുന്നതിൻ്റെ ഉദ്ദേശവും ആ വ്യക്തി വരുന്നതും. ഓക്കെ, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള, വളരെ തേർഡ് ഐ ചക്രയൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള, ഹാർട്ട് ചക്ര അതുപോലെ സേക്രൽ ചക്രയൊക്കെ വളരെയധികം ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അത് ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജിയിൽ ഏത് സ്പിരിറ്റ് ഗൈഡ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് സ്പിരിച്വൽ പരമായിട്ടുള്ള എനർജി ഓരോ മനുഷ്യരിലും ഉണ്ടാകും, ചില മനുഷ്യരിൽ ഉണ്ടാകില്ല. അങ്ങനെ ഇല്ലാണ്ടായി വരുമ്പോഴാണ് ഓരോ മനുഷ്യരും നശിച്ചു പോകുന്നത്. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഹൈഡ് ചെയ്യാനും യാതൊരു തരത്തിലുള്ള സ്പിരിച്വൽ എനർജി ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണിൽ അങ്ങനെ ഒരു എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏഞ്ചൽസ് ഓഫ് ദ 4 ഡയറക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സൺ പണ്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പവർഫുൾ കണക്ഷൻ ഈ വ്യക്തിക്ക് സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ടുണ്ട്. അത് ഒരിക്കലും ഈ വ്യക്തിയുടെ സ്വന്തം പ്രാർത്ഥന കൊണ്ടല്ല. ഓക്കെ, സ്വന്തം പ്രാർത്ഥന കൊണ്ടല്ല. എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് പണ്ട് തൊട്ടുള്ള ഒരു സപ്പോർട്ട് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഒരുപക്ഷെ പാരമ്പര്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൂർവികരുടെ പ്രാർത്ഥന പ്രകാരമായിട്ട് വരുന്നതായിരിക്കാം. ഇപ്പൊ പൂർവികരൊക്കെ പ്രാർത്ഥിക്കുമല്ലോ, ഇപ്പൊ അവര് പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മുത്തശ്ശന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ, വളരെയധികം ജന്മന ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ. സത്യം പറഞ്ഞാൽ പല കുഴിയിലും പോയി ചാടേണ്ട ആളാണ്. ഓക്കെ, പല കുഴിയിലും പോയി ചാടേണ്ട ആളാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ വീണു പോകേണ്ട ആളാണ്. പക്ഷെ അതിലേക്കൊന്നും വീണു പോകാതെ ഈ വ്യക്തിക്ക് വളരെയധികം എന്താണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഈ പേഴ്സൺ രക്ഷപ്പെടും. അതാണ് ഈ പേഴ്സന്റെ ഒരു പേഴ്സണാലിറ്റി. മനസ്സിലായോ? എങ്ങനെയെങ്കിലുമൊക്കെ ഈ പേഴ്സൺ രക്ഷപ്പെടും. അത് തീർത്തും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള എനർജി ഈ വ്യക്തിയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ആർക്കേഞ്ചൽ യൂറിയൽ ആൻഡ് റാഫേൽ ആണ്. ഈ 2 ഏഞ്ചൽസിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ യൂറിയൽ പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഒരു വാല്യുബിൾ ഇൻസ്പിറേഷനിലൂടെയാണ് വരുന്നത്. അതായത് ഈ പേഴ്സണ് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ മദ്യപിക്കുക, അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പോൾ ആ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരു ഇൻസ്പിരേഷൻ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രചോദനം വരുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ ആർക്കേഞ്ചൽ യൂറിയൽ എന്ന് പറയുന്ന ആ ഒരു ഏഞ്ചല് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരുപാട് അങ്ങോട്ട് അടഞ്ഞു പോകാതെ, പരാജയപ്പെട്ടു പോകാതെ, ഒതുങ്ങിപ്പോകാതെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു മാലാക ഈ പേഴ്സണെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പറ്റുന്നത് റാഫേൽ ആണ്. നമ്മൾ 2 ഏഞ്ചൽസിനെ പറഞ്ഞു. റാഫേലിന്റെ എനർജി പറയുകയാണെങ്കിൽ ഹീലിംഗ് ബൗൺസ് ഇൻ ഹീലിംഗ് ആണ്. റാഫേൽ ഏഞ്ചലിന്റെ ഒരു എനർജി, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഏഞ്ചലിന്റെ പ്രസൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ട്രോമ, അത് റിലേഷൻഷിപ്പിൽ നിന്നും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ആ കാര്യങ്ങൾ അതൊരു മുറിവാണ് അല്ലേ? അത് തീർച്ചയായിട്ടും അതൊരു മുറിവാണ്. ആ മുറിവ് എത്രയും പെട്ടെന്ന് ഉണക്കുന്നതായിരിക്കും. ഉണക്കിക്കളയാനും വളരെ പോസിറ്റീവ്. അതുപോലെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മാനസികവും ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് ഒന്നില്ലെങ്കിൽ അതിന് പറ്റിയ മരുന്ന് കിട്ടുക, അല്ലെങ്കിൽ അതിനെ റിക്കവർ ആകാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും വഴി കിട്ടുക.
ഓക്കെ, അങ്ങനെയൊക്കെ കിട്ടി മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു അവസരം കൂടെ ഈ ഒരു റാഫേൽ എന്ന് പറയുന്ന ഏഞ്ചൽ സഹായിക്കും. അപ്പോൾ ഈ നിലവിൽ ഈ പേഴ്സന്റെ എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഏഞ്ചൽസിന്റെ അനുഗ്രഹമാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒന്ന് യൂറിയൽ, രണ്ട് എന്താണ് റാഫേൽ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർത്തും ഇവിടെ ഈ വ്യക്തിയെ ഹൃദയം തുറന്ന് ചിന്തിപ്പിക്കാനായിട്ട് ചെയ്യുന്നു. അതായത് പല കാര്യങ്ങളും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് മണ്ടത്തരമായി പോകുന്നത്. ഹൃദയം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് ഒരു ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ ഈ പേഴ്സൺ ഹൃദയം തുറന്നുകൊണ്ട് ചിന്തിക്കുകയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹേർട്ട് ചക്ര ഹീലിംഗും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനാണെങ്കിൽ എന്താണ്, സ്റ്റക്ക് എനർജിയാണ്. അതായത് തടസ്സങ്ങൾ. അതായത് ഈ വ്യക്തിക്ക് തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. സ്റ്റക്ക് എനർജിയാണ് ഇത്, നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിയിൽ എന്തായാലും തടസ്സങ്ങളുണ്ട്. അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഉറപ്പായിട്ടും ഒരു വ്യക്തി ഈ പേഴ്സണെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് കൂടുതലും ഒരു പുതിയതായിട്ടുള്ള ഒരാളാണ്. ഇവിടെ തീർത്തും അതിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് വിജയം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മഴ പെയ്ത്, അത് മാത്രമല്ല ഈ ഒരു റോഡ് വളരെയധികം ചെളി പിടിച്ചിരിക്കുകയാണ് അല്ലേ. ചെളി പിടിച്ച് ഈ ഒരു വാഹനം യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രതലത്തിലേക്ക് സൂര്യൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സൂര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പുതിയ വ്യക്തിയെയാണ്, ആ ഒരു പുതിയ ഫ്രണ്ടിനെയാണ് ആ ഒരു സൂര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സൂര്യൻ വരുന്നതോടുകൂടി ഈ ചെളിയെല്ലാം വറ്റിപ്പോകുകയും ഈ മണ്ണെല്ലാം ഈ ചെളി എന്നുള്ള ആ ഒരു രൂപത്തിൽ നിന്നും മാറി ഈ മണ്ണെല്ലാം വളരെയധികം പവർഫുൾ ആവുകയും അതിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്താണ്, ഈ വ്യക്തിക്ക് തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. പകരം ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയും കൂടി വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി 8 ദിവസത്തിനുള്ളിൽ പുതിയ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് വരാനായിട്ട് പോകുന്നത്? അതായത് ഒരു ന്യൂ പേഴ്സൺ വരും എന്ന് ഉറപ്പായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്, ബട്ട് എങ്കിൽ പോലും നമുക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുതിയതായിട്ട് വരുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക്, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് സന്ദേശം, എന്ത് മെസ്സേജാണ് ലഭിക്കാൻ പോകുന്നത്? കോൺഷ്യസ്നെസ് ആണ് നിങ്ങളുടെ മനസാക്ഷിയെ സന്തോഷിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന, സംതൃപ്തി നൽകുന്ന ഒരു സന്തോഷമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇതിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ 8 ദിവസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്പർ 8 ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഒരു ഇൻഫിനിറ്റിനെ സൂചിപ്പിക്കുന്ന സൈനാണ്. 8 എന്ന് പറയുന്നത് അതാണ്. അതായത് എവിടെയും യാതൊരു തരത്തിലും സ്റ്റക്നെസ് ഇല്ല, അനന്തതയെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അതായത് ഒരു ലിമിറ്റ്ലെസ് ആണ്, ഒരു ലിമിറ്റ് ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാ തരത്തിലും, ഇത് പ്രണയബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികം, അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്തൊക്കെ ഹാർഡ് വർക്കാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ പുതിയതായിട്ട് വരുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്ദേശം, മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോമിസസ്, അതായത് സത്യം ചെയ്യൂലേ, ഞാൻ ഇങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സത്യം ചെയ്യൂലേ,
അപ്പൊ നിങ്ങൾ സത്യം ചെയ്തിട്ടുള്ള കാര്യമല്ല പറയുന്നത്. പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് സത്യപ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പലതും നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ ഇതിലൂടെ അത് നടപ്പിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ യാഥാർത്ഥ്യം ഏതാണ്, സത്യം ഏതാണ്, കള്ളം ഏതാണ്, ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് പോകുന്നു. അപ്പൊ പല കാര്യങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നു. പക്ഷെ അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. തോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീവ് ടുഗെദർ ദ ക്രൗൺ യു ഡിസേർവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചേർന്നിട്ടുള്ള ആ ഒരു കിരീടം നിങ്ങൾ തന്നെ തയ്യാറാക്കി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ രാജാവും രാജ്ഞിയുമെല്ലാം നിങ്ങൾ തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൂടേണ്ട കിരീടം അത് നിങ്ങൾ തന്നെ സ്വയം നിർമ്മിച്ച് നിങ്ങളുടെ തലയിൽ വെച്ചോളൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ രാജാവും രാജ്ഞിയും നിങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും യു ഡിസേർവ് സക്സസ്. നിങ്ങൾ ഉറപ്പായിട്ടും വിജയത്തെ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെയും തട്ടിയെടുക്കാനോ തട്ടിപ്പറിച്ചെടുക്കാനോ മോഷ്ടിക്കാനോ ഒന്നിനും പോയിട്ടില്ല. മനസ്സിലായോ? എപ്പോഴും നിങ്ങളുടെ മനസാക്ഷിക്ക് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങൾക്കറിയാം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മം നാളെ തിരിച്ച് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ ആ ഒരു സത്യസന്ധത തന്നെയാണ് അന്നും ഇന്നും എന്നും നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഒക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. മേ ബി റിലേറ്റീവിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കാം. സംതിങ്. ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. സെൽഫ് ലവ് നല്ലതാണ്. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഒറ്റയ്ക്കിരിക്കണ്ട. മറ്റുള്ളവരായിട്ട് എൻജോയ് ചെയ്യാനും ഒരുമിച്ച് എവിടേക്കെങ്കിലും പോകാം. ഒരു ടൂറൊക്കെ പോകാൻ അവസരമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോവുക. ഒരു കൂട്ടായ്മയെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരുപാട് ലാഗ് ആവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്താണ് മനസ്സിൽ മുറുകെ പിടിക്കേണ്ടത്? നിങ്ങൾ മുറുകെ പിടിക്കേണ്ട ആ ഒരു എനർജി എന്താണ്? യെസ്, പേഷ്യൻസ് ആണ്, ക്ഷമ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് തന്നെ ഒരു ഏഞ്ചലിനെയാണ്, ഒരു സമാധാന പ്രിയയായിട്ടുള്ള ഒരു ഏഞ്ചലിനെയാണ് സൂചിപ്പിക്കുന്നത്. കംപ്ലീറ്റ് വെള്ളയാണ് അല്ലേ? അത് സമാധാനത്തെയും സന്തോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വൈറ്റ് കളർ കാണുന്നുണ്ടെങ്കിൽ, പ്രാവിനെ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതൊക്കെ സമാധാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ വെള്ളപുഷ്പം, വെള്ള കളറിലെ പൂക്കളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെയൊക്കെ പേരറിഞ്ഞു. വെള്ള കളർ റോസൊക്കെ ഇല്ലേ, വെള്ള കളർ പൂക്കൾ അതൊക്കെ നിങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കൈകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ, പൂക്കൾ ഏതും ആകാം, വെള്ള കളർ, അതൊക്കെ നിങ്ങൾ കാണുകയോ നിങ്ങളുടെ കൈകളിൽ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ മസ്റ്റായിട്ടും ക്ഷമ ഉണ്ടായിരിക്കണം. മനസ്സിൽ ക്ഷമ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ലവ് മെസ്സേജസ് നോക്കാം. ഐ ഫെയിൽ ടു ഗീവ് യു വാട്ട് യു നീഡ്. അപ്പം നിങ്ങൾക്ക് എന്താണ് അർഹിച്ചത് അത് നിങ്ങൾക്ക് തരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയാണ് ആള് പറയണത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് തരാൻ പറ്റിയില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? തരേണ്ട സമയത്ത് തരണമായിരുന്നു. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. യെസ്, അപ്പം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്താ പറയുക, രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ രണ്ടുപേരുടെ പ്രണയബന്ധം തകർന്നു പോകും. അങ്ങനെയൊന്നും ഈ പേഴ്സൺ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഈ പേഴ്സൺ വിചാരിച്ചത് ഈ പേഴ്സന്റെ വാശിയെല്ലാം വിജയിക്കും, ഈ പേഴ്സൺ പറയുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പണി പാളി. നിങ്ങളുടെ കാര്യം നോക്കി മാറി നിന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്തത് തെറ്റൊന്നുമല്ല. പക്ഷെ അതിൽ ഈ പേഴ്സൺ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ചർച്ച് ചിലപ്പോൾ പള്ളിയിൽ വെച്ചായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുമിച്ച് പോയിട്ടുണ്ടാകാം. ട്രഡീഷണൽ ഫെസ്റ്റിവൽസ്, പെരുന്നാൾ, അമ്പലത്തിലെ ഉത്സവം അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഒക്ടോബർ മാസം ബീച്ച് കിട്ടിയിട്ടുണ്ട്. നവംബർ മന്ത്, മെയ് മാസം സൺസെറ്റ്, ഫെബ്രുവരി മാസം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ബർത്ത് മാസമായിരിക്കാം, നിങ്ങളുടെ ജന്മമാസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ജന്മമാസമായിരിക്കാം, നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള മാസമായിരിക്കാം. ഓക്കെ, ജൂൺ മാസം, ഡിസംബർ,
ഏപ്രിൽ, അതായത് ഈ ഒരു മാസം, അല്ലെങ്കിൽ ജന്മമാസവും ആകാട്ടോ. ഓഗസ്റ്റ് കിട്ടിയിട്ടുണ്ട് ബൈക്ക് റൈഡ്. ഓക്കെ, നന്നായിട്ട് ബൈക്കൊക്കെ ഓടിക്കുന്ന ആളായിരിക്കാം. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. പിന്നെ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം. ദെൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പിരിച്വൽ ജേണി ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരും സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.